എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് 2 പരീക്ഷ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ 9:30 മുതൽ 11:15 വരെ വിദ്യാർത്ഥികൾക്ക് രസതന്ത്രം എക്സാമിനേഷൻ ആയിരുന്നു, അതായത് കെമിസ്ട്രി പരീക്ഷയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും നല്ല മാർക്ക് വാങ്ങിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിക്കുക എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും, അതായത് പീരിയോഡിക് ടേബിൾ, അതുപോലെ തന്നെ ഈ സബ്സ്റ്റൽ ഇലക്ട്രോണിക്സ് വിന്യാസം, ഇതുപോലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ, അതുപോലെ തന്നെ അലോഹങ്ങൾ എന്നിങ്ങനെയുള്ള ആ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ? അതുപോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് ലഭിക്കാൻ സാധ്യത, അതുപോലെ എത്ര മാർക്കാണ് കിട്ടാൻ സാധ്യത, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സമയം ലഭിച്ചിട്ടില്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി നിങ്ങൾക്ക് ഇനി 2 പരീക്ഷ കൂടി മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതായത് ജീവശാസ്ത്രവും സോഷ്യൽ സയൻസുമാണ് ഇനിയുള്ള പരീക്ഷകൾ. അപ്പോൾ അതിന് വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ബയോളജി ഒക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു A+ ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾക്ക് മിനിമം ഒരു A ഗ്രേഡെങ്കിലും വാങ്ങിക്കാൻ സാധിക്കും ഈ ഒരു ബയോളജിയിൽ, അതായത് ജീവശാസ്ത്രത്തിൽ. അപ്പോൾ ആ ഒരു പരീക്ഷ വെള്ളിയാഴ്ചയാണ്, അതായത് 22-ാം തീയതി വെള്ളിയാഴ്ചയാണ് ജീവശാസ്ത്രം പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്, എത്രത്തോളം മാർക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയിൽ എഴുതാൻ സാധിച്ചിട്ടില്ല, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ പഠിച്ചത് മറന്നുപോയി, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ ഹാളിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല, അതായത് ആ ഒരു സമയത്തിലൊക്കെ മറന്നുപോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പരീക്ഷ, അതായത് ജീവശാസ്ത്രം പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെക്കൊണ്ട് മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക്, അതായത് ഇതുവരെ ക്ലാസ്സിൽ നിന്നും നല്ല മാർക്കൊന്നും വാങ്ങിക്കാതെ ഒരു വിദ്യാർത്ഥി ആയിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു ജീവശാസ്ത്രം എന്ന് പറയുന്നത്, അതായത് ബയോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു രസതന്ത്രം പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഥവാ നിങ്ങൾക്ക് മാർക്ക് ഇനി കുറയുമോ അല്ലെങ്കിൽ കൂടുമോ അല്ലെങ്കിൽ A+ കിട്ടില്ല എന്നുള്ളതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഓൾറെഡി ആ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു D+ കിട്ടുന്നതിനായിട്ട് വേണ്ട ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 മാർക്ക് മതി. അതായത് 5 മാർക്കും 10 മാർക്കും ഉറപ്പായിട്ട് CE കെമിസ്ട്രിക്കൊക്കെ ടീച്ചേഴ്സ് ഫുൾ മാർക്കാണ് സാധാരണ കൊടുക്കാറുള്ളത്. പഠിക്കാത്ത ഒരു വിദ്യാർത്ഥി ആയിരുന്നാൽ കൂടിയും കെമിസ്ട്രിക്ക് 10 മാർക്ക് ഫുള്ളായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ D+ ലഭിച്ച് നിങ്ങൾക്ക് SSLC പാസ്സാവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് ലഭിച്ചാലാണ് A+ കിട്ടുക എന്നുള്ളത് നോക്കാം. അതായത് 45 മാർക്ക് ലഭിച്ചാലാണ് നിങ്ങൾക്ക് A+ കിട്ടുക. 45 എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു 10 മാർക്ക് CEയുടെ മാർക്കാണ്. അതുപോലെ 35 മുതൽ 40 വരെയുള്ളത് എഴുത്ത് പരീക്ഷയുള്ള മാർക്കാണ്. അങ്ങനെ നിങ്ങൾക്ക് 45 മുതൽ 50 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് A+ ഗ്രേഡിലേക്ക് മാറും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 30 മുതൽ 34 വരെ മാർക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് 10 മാർക്ക് CE ഉണ്ട്. അപ്പോൾ ടോട്ടൽ 40 മുതൽ 44 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ, അതായത് 40 മുതൽ 44 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 25 മുതൽ, അതായത് 25 മുതലല്ല, അതായത് നിങ്ങൾക്ക് ഈ ഒരു 25 മുതൽ 29 വരെ മാർക്ക് കിട്ടുകയാണ് എങ്കിൽ, ഇതിനോടൊപ്പം 10 മാർക്ക് CE കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ഈ ഒരു 35 മുതലാണ് മാർക്ക് വരിക. അപ്പോൾ 35 മുതൽ 39 വരെ മാർക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് ലഭിക്കുക B+ ഗ്രേഡാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം, അതായത് ഈ ഒരു 20 മുതൽ 24 വരെ മാർക്ക് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് CE കൂടി 30 മുതൽ 34 വരെ മാർക്കാണ് കിട്ടുക. അപ്പോൾ 30 മുതൽ 34 വരെ മാർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ അതിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് B ഗ്രേഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 15 മുതൽ
അതായത് 15 മുതൽ നിങ്ങൾക്ക് 19 വരെ മാർക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ CE 10 മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 25 മാർക്കാണ്. 25 മാർക്ക് മുതൽ 29 വരെ മാർക്ക് വരെ ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് ലഭിക്കുക C+ ഗ്രേഡാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഓരോ 5 മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് വരുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ജയിക്കാനായിട്ട്, അതായത് D+ കിട്ടാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 10 മാർക്ക് CE കൂട്ടി, അതായത് 10 മാർക്ക് CE കൂട്ടിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു 15 മുതൽ 19 വരെ മാർക്ക്, അതായത് 15 മുതലല്ല, അതായത് നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ ലഭിക്കേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 5 മുതൽ നിങ്ങൾക്ക് 9 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ, അതായത് 15 മാർക്ക് മുതൽ 19 വരെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും CE 10 കിട്ടുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് CE ഉൾപ്പെടെ 15 മാർക്ക്, അതായത് എഴുത്തു പരീക്ഷയിൽ 5 മാർക്കെങ്കിലും മിനിമം വായിക്കുക, അല്ലെങ്കിൽ 9 മാർക്ക് വരെ വായിക്കുകയാണെങ്കിൽ D+ ഗ്രേഡ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് ഇനിയുള്ള 2 പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പഠിച്ചിട്ട് മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ അഥവാ മാർക്ക് ലഭിച്ചിട്ടില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടില്ല എന്നൊക്കെ കരുതി നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം ഒരു പരീക്ഷയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ അമിതമായിട്ട് സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് വിഷമിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഒരു പരീക്ഷ ആകുമ്പോൾ മാർക്ക് കൂടും കുറയും, അപ്പോൾ അത് സാധാരണയാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്യുക. അതുപോലെ നന്നായിട്ട് പരീക്ഷ എഴുതാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.